ചാക്ക് കൊണ്ട് ഒരു ഗ്രോ ബാഗ് ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൽ കുറച്ച് മണ്ണും ആട്ടും കാഷ്ടവും ചാണകപ്പൊടികളും എല്ലാം നിറച്ച് സ്നോ വൈറ്റ് കുക്കമ്പർ ഞാൻ നട്ടതാണ് കേട്ടോ. ഇപ്പോൾ ദേ താഴത്തുനിന്ന് നമ്മുടെ ഗ്രോ ബാഗിൽ നിന്ന് പടർന്ന് കയറിയ അടിവശം തൊട്ട് കാകൾ ഉണ്ടായിട്ടുണ്ട്. ചെറിയ രീതിയിൽ നമ്മൾ ചെറിയ പരിചരണവും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് കുക്കുംബർ ലഭിക്കുകയും ചെയ്യും. ഏകദേശം പടർന്ന് പന്തലി കയറുന്നതിനേക്കാൾ മുമ്പ് തന്നെ നല്ല രീതിയിൽ തന്നെ പൂക്കളുണ്ടായിരുന്നു. ആദ്യം ഉണ്ടാവുന്നതെല്ലാം ആൺപൂക്കളാണ്, അതിനുശേഷമാണ് പെൺപൂക്കൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഓരോ ഇലകളുടെ കടയിൽക്കൂടെയും ഓരോ കായ്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കുക്കുംബർ ഇതുപോലെ ആട്ടുംകൂടിൻ്റെ ഫ്രണ്ട് വശത്താണ് വെച്ച് നട്ടുപിടിപ്പിച്ചത്. എന്നിട്ട് നമ്മുടെ ഈ ആട്ടുംകൂടിൻ്റെ നേരെ ഫ്രണ്ടിലൊരു പോർഷൻ ഉണ്ട്, നമ്മുടെ വർക്ക് ഏരിയയുടെയും ആട്ടുംകൂടിൻ്റെയും ആ പോർഷനിലായിട്ട് നമ്മളിതിനെ പടർത്താനാണ് കേട്ടോ പരിപാടി. അങ്ങനെ പടർത്തി കഴിഞ്ഞാൽ രണ്ട് ഗുണങ്ങളാണ് കേട്ടോ. നമുക്ക് കുക്കുംബറും നമുക്ക് കഴിക്കാം, അതുപോലെ തന്നെ ഇപ്പം നല്ല കാറ്റും മഴയും വരുമ്പോൾ ആട്ടുംകൂട്ടിലേക്കൊക്കെ ഈ കാറ്റത്ത് വെള്ളമടിച്ച് ആട്ടുംകൂട് നനയുക, അതിനുള്ള കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അത്യാവശ്യം കാണാനും നല്ല ഭംഗിയാവും കേട്ടോ. അങ്ങനെ നമ്മൾ നട്ട് വളർത്തി ആദ്യമായിട്ട് നമ്മൾ വിളവെടുത്ത കുക്കുംബറാണിത്. ആദ്യം തന്നെ ഉണ്ടായത് കൊണ്ട് തന്നെ അത് മുറിച്ച് കഴിക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര എന്താ പറയുക സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ വലിയ മൂപ്പോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമ്മൾ ഇതുപോലെ കീറി കഴിച്ചു നോക്കിയിട്ടോ. സംഭവം അടിപൊളിയായിട്ട് നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല ഫ്രഷും നല്ല ജ്യൂസിയും ഒക്കെ ആയിട്ട് അതിനുള്ളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ചാക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ കുക്കുംബർ കൃഷി ചെയ്ത് ഇതുപോലെ വിളവെടുക്കാൻ പറ്റും കേട്ടോ.